വിനയേട്ടൻ എവിടെ? തന്നോടാ ചോദിച്ചത് ഞങ്ങളുടെ വിനയേട്ടൻ എവിടെയെന്ന്. ഏത് വിനയേട്ടൻ? മനസ്സിലായില്ല. തനിക്ക് എത്ര വിനയന്മാരെ അറിയാം? കിടന്നുരുളാ സത്യം പറഞ്ഞ ലക്സി, വിനയേട്ടൻ എവിടെയെന്ന്. വിനയ എന്റെ പോകറ്റിലാണോടാ വന്ന് ചോദിക്കുമ്പോഴൊക്കെ എടുത്തു തരാനായിട്ട്? ദേ, അധികം ഷോ കാണിക്കാൻ പുറപ്പെട്ടാ ഞാനൊന്ന് കോൾ ചെയ്താ മതി. നിന്നെ ഇവിടെ വന്ന് കൈകാര്യം ചെയ്യാൻ ആൾ ഇവിടെ എത്തും. ഒരിക്കൽ അനുഭവിച്ചത് ഓർമ്മയുണ്ടല്ലോ. ഏയ്, എന്താ പ്രശ്നം? വിനയേട്ടൻ ഇന്നലെ വൈകിട്ട് മുതൽ കാണാനില്ല. ഫോണും സ്വിച്ച് ഓഫാ. ഇന്നിപ്പോ നേരം പുലർന്ന് ഇതുവരെയായി ആള് വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. ഇന്ന് വിമലേച്ചിയുടെ കല്യാണ, എന്നിട്ടും വിനയേട്ടൻ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തോ പറ്റിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ കൊക്കിന് ജീവനുണ്ടെങ്കിൽ വിനയേട്ടൻ വീട്ടിലെത്തേണ്ടതാ. വിനയേട്ടൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പണി പറ്റിച്ചത് ഇവനായിരിക്കും, അത് ഉറപ്പാ എനിക്ക്. പറയടാ വിനയേട്ടൻ, നീ എന്താ ചെയ്തേ? വിനയനെ ഞാൻ അങ്ങ് പുഴുങ്ങി തിന്നു. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നീ അങ്ങ് ചെയ്യ്, കാണട്ടെ ഞാൻ. എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഇലഞ്ഞക്കൽ വീട്ടിൽ നിന്നൊരു മംഗളകാര്യം നടക്കാനുള്ളതാ. ഓ, ഈ സമയത്ത് ആ കുടുംബത്തെ സങ്കടപ്പെടുത്താൻ നോക്കിയാ നീ ഏത് കൊമ്പത്തവനായാലും കയ്യും കെട്ടി നോക്കി നിൽക്കില്ലേ ചന്തു? ഈ മുറ്റത്ത് വന്ന് എന്റെ കൈ മെനക്കെടുത്താതെ ഇറങ്ങി പോരാണ്. വിനയേട്ടൻ, നീ എന്ത് ചെയ്തെന്നറിയാ നിന്നെ വിടില്ലടാ. എന്താടാ വിനയേട്ടൻ എന്ത് പറ്റുന്ന നിന്നെ വിടില്ലടാ. ഇവനല്ലാതെ ലോകത്താരും വിനയേട്ടനെ അഭയപ്പെടുത്തില്ല. അലക്സി, സത്യം പറ, വിനയൻ എവിടെ ഉള്ളത്? നിന്നോട് ഞാനാ ചോദിക്കുന്നത്, സത്യം പറയാ അലക്സി. ഇവൻ പറയില്ലെന്ന് എനിക്ക് ഉറപ്പാ. ഒന്നുകിൽ ഇവന് വിനയേട്ടനെ അപായപ്പെടുത്തി കൊന്നാണു, അല്ലെങ്കിൽ കല്യാണം നടക്കാണ്ടിരിക്കാൻ എവിടെ കെട്ടിട്ടിട്ടുണ്ട്. അത്ര തന്നെ. അലക്സി, നീ എന്തോന്നും പറയാത്തെ? എന്ത് പറയാൻ? ആ നാറിയെ കാണാതായതിൽ ഞാൻ എന്തിനു മറുപടി പറയണം? നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കണം. അലക്സി, നോക്ക്, പല കാര്യത്തിനും ഞാൻ നിന്നോടൊപ്പം നിന്നിട്ടുണ്ട്. വിനയൻ എന്തോ പറ്റുന്നുള്ള കാര്യം തീർച്ചയാ. ഇല്ലെങ്കിൽ പെങ്ങളുടെ കല്യാണ ദിവസം വീട്ടിലെത്താതിരിക്കില്ല അവൻ. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, നീ വിനയനെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇത് നിനക്കൊരു ബാധ്യത എന്നുള്ള കാര്യം ഉറപ്പാ. ഇക്ക, നിങ്ങളൊന്ന് പോയേ. ആ നാറിയുടെ കാര്യത്തില് എനിക്കൊരു ഒറ്റ ബാധ്യതയേ ഉള്ളൂ. അവൻ ചത്ത് മലർന്നു കിടക്കുമ്പോ അവന്റെ നെഞ്ചത്തൊരു റീത്ത് വെക്കണം. അതിനുള്ള ചില്ലറ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോവാൻ നോക്ക്. അതിനു മുമ്പ് നിന്റെ നെഞ്ചത്ത് ഞാൻ റീത്ത് വെക്കണോ? ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ പറയുന്നത് കേക്ക്. ചന്തു, നോക്ക്, കയ്യാങ്കളി ഉണ്ടെന്നും കാണാതെ അവനെ കിട്ടില്ല. അതിന് അന്വേഷിക്കണം. ഇനി എന്താ അന്വേഷിക്കാൻ? ഇവനെ അറിയാൻ വിനയേട്ടൻ എന്ത് പറ്റുന്നുള്ള കാര്യം. ആയിക്കോട്ടെ, പക്ഷെ നീ ഇവിടെ കിടന്ന് തർക്കിച്ചുകൊണ്ട് ഒരു ഉത്തരം നിനക്ക് കിട്ടില്ല. അതുകൊണ്ട് പോലീസ് ചെന്നൊരു കംപ്ലൈന്റ് എടുക്കാൻ നീ അവരോട് പോയി പറ. ചെല്ല്. പോലീസ് എങ്ങനെയെങ്കിലും മുഹൂർത്തത്തിന് മുമ്പ് വിനയനെ മണ്ഡപത്തിൽ എത്തിക്കും. നീ ചെല്ല്, ഞാൻ അന്വേഷിക്കും. ഇനി അതേ നടക്കൂ. പോ ചന്തു, പോ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.